मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। അവനെ വിട്. ഇല്ല, ഞാൻ ജയിച്ചു നേടിയതായത്. നിന്റെ കൂട്ടുകാരൻ എനിക്ക് ജീവനോടെ വേണമെങ്കിൽ വേഗം എന്നെ വിടാൻ. എന്റെ അമ്മച്ചി, ട്രോഫി എങ്ങനെ പോപ്പട്ടായി മാറിയത്? എടാ കഴുതേ, പോപ്പട്ടെന്ന് നീ ട്രോഫി ആയിട്ട് കരുതിയിരിക്കുക. അപ്പൊ ഞാൻ സ്വപ്നത്തിലാണോ റേസിൽ ജയിച്ചത്? നിനക്കറിയാമോ ബണ്ണി, എന്റെ അടുത്തൊരു അടിപൊളി റേസിംഗ് കാർ ഉണ്ടായിരുന്നു. മണ്ടൻ, ഞാൻ സ്വപ്നത്തിൽ പ്ലെയിനാണ് കാണാറുള്ളത്. സംശയമുണ്ടോ? കൊച്ചളിയ, എനിക്ക് അതുപോലത്തെ ഒരു റേസിംഗ് കാർ വേണം. വീണ്ടും പോയി കിടന്ന് ഉറങ്ങ്, നിനക്ക് തീർച്ചയായിട്ടും കാറ് കിട്ടും. എനിക്ക് യഥാർത്ഥ റേസിംഗ് കാർ വേണം. റേസിംഗ് കാറിന് എത്ര രൂപ ആവുമെന്ന് അറിയോ നിനക്ക്? അറിയാം, 12,000 രൂപയ്ക്ക് കിട്ടും. അതെ, 5,000 രൂപ ക്യാഷ് കൊടുക്കണം, ബാക്കിയുള്ളത് തവണയായിട്ട് അടച്ചാ മതി. ഇത്രയും കുറഞ്ഞ വിലക്ക് നിനക്ക് ആരാടാ റേസിംഗ് കാർ തരിക? അബ്ദുൾ. അബ്ദുളോ? ആ ഗ്യാരേജ് ഉള്ളവരാണോ? അതെ, ഞാൻ ആ കാറും കണ്ടു കഴിഞ്ഞു. ഇത്രയും രൂപയ്ക്ക് റേസിംഗ് കാറോ? നടക്കില്ല. ശരി, എന്തായാലും നമുക്ക് പോയി നോക്കാം. വാ. നമസ്കാരം, വരൂ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്ത്? ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ശരി, പറയൂ, ഏത് കാറാണ് വേണ്ടത്? ആട്ടെ, നിങ്ങളാരാണ്? ഞാൻ മാലിനിയാണ്. അബ്ദുള്ളയുടെ കയ്യിൽ നിന്ന് ഞാനാണ് ഗ്യാരേജ് വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് എന്റേതാണ്. അദ്ദേഹം ഇവിടുന്ന് പോയിട്ട് മാസങ്ങൾ കുറേയായി. ആ അബ്ദുൾ ഞങ്ങൾക്ക് 20,000 രൂപയിൽ കാർ തരാന്ന് പറഞ്ഞതാണ്. അതിനേക്കാൾ കുറഞ്ഞ വിലക്ക് ഞാൻ തരാം. ഇത് കേട്ടപ്പോൾ മനസ്സ് പടപടാന്ന് ഇടിക്കുന്നുണ്ടല്ലേ? താങ്ക് യു. പക്ഷെ ആദ്യം ഞങ്ങൾ കാർ ചെക്ക് ചെയ്യട്ടെ. സംശയമുണ്ടോ? ശരി ശരി, ചെന്നോളൂ, ചെക്ക് ചെയ്തോളൂ. എന്റെ ആഗ്രഹം മുഴുവനും ഇവിടെയുള്ള കാറൊക്കെ ആരെങ്കിലും വന്ന് വാങ്ങണമെന്നാണ്.
ഇതാണ് കാറ്. നോക്ക്, എന്ത് രസമാണല്ലേ. നോക്കട്ടെ. ഇത് കാറൊന്നുമല്ല, വെറും തകര പാട്ടയാ. ഈ ഒന്നിനും കൊള്ളാത്ത കാരണം ആരാണ് ഇത്ര കാശ് കൊടുക്കുക? ആരാടാ കഥവ് പറഞ്ഞത്? ശബ്ദം കൊണ്ട് ചിലപ്പോ തുറന്നതായിരിക്കും കൊച്ചളിയ. എനിക്ക് ഈ കാറ് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. നോക്ക്, കാറ് കണ്ണടച്ച് കാണിക്കുക. നീ നേരത്തെ കഴുതയായിരുന്നു, ഇപ്പൊ നിനക്ക് വട്ടം കൂടി പിടിച്ചിരിക്കുക. സംശയമുണ്ടോ? എന്നാ എനിക്ക് ഈ കാറ് മതി, ഈ കാറ് മാത്രം മതി. ആദ്യം ഈ പാട്ടക്കാർ ഓടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമസ്കാരം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഈ കാറാണല്ലേ? ഇന്നാ പിടിച്ചോ 5000. ബാക്കി പൈസക്ക് കാത്തിരിക്കേ. ഇനി ഈ കാർ നിങ്ങൾക്ക് സ്വന്തം. എന്നാൽ വരൂ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് ഒരു ഡാൻസ് കളിക്കാം. അതൊക്കെ പിന്നീട്. ഞങ്ങൾക്ക് ആദ്യം ഒരു റൈഡ് പോകണം. വാ, വേഗം കേറിയിരിക്കെ. ഈ കാറങ്ങനെ തല്ലുവോ? സംശയമുണ്ടോ? അല്ലല്ല, ഇതെന്റെ കൂട്ടുകാരനാണ്. ഒന്നും ചെയ്യില്ല, കേറിയിരിക്കേ. ഇയാൾ ഒറ്റയ്ക്ക് റേസിൽ മത്സരിച്ചാലും ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. എടാ, എന്താടാ ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കുന്നത്? വേഗം ഓടിക്കടാ. എന്റെ ഭായ്, തള്ളുവണ്ടി പോയിരുന്നെങ്കിൽ കൂടെ ഇതിനു മുമ്പ് തന്നെ പോയി ചേരാമായിരുന്നല്ലോ. ഇത് വിറ്റ് കുറച്ച് കാശിട്ട് ഒരു സൈക്കിൾ വാങ്ങാൻ നോക്ക്. അതിലാണെങ്കിലേ ഇതിനേക്കാളും വേഗത്തിൽ നിങ്ങൾക്ക് പോകാൻ കഴിയും. ആരാടാ ഞങ്ങളുടെ ഗ്യാരേജിനകത്തേക്ക് വരെ നിങ്ങൾക്ക് അനുവാദം തന്നത്? കേറി കുത്തിയിരുന്ന് എന്റെ മാനം പോവുകയാണ്. കൊച്ചളിയ, കാർ സംസാരിക്കുന്നുണ്ട്. കാറിനെങ്ങനെയാ സംസാരിക്കാൻ കഴിയുക? അത് കൊള്ളാം. നിനക്കൊക്കെ സംസാരിക്കാമെങ്കിൽ കാറിന് എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ? അത് നിന്റെ ശബ്ദം, ഇത് എന്റെ ശബ്ദം. എന്താടാ പ്രശ്നമുള്ളത്? എന്താടാ പ്രശ്നമുള്ളത്? എന്താടാ പ്രശ്നമുള്ളത്? കാറിന്റെ അകത്ത് പ്രേതമുണ്ട്. പ്രേതം? അത് കൊള്ളാം. കൺട്രോൾ മകൻലാൽ, കൺട്രോൾ. അല്ല, ഈ മകൻലാൽ ആരാണ്? എടാ, അത് ഞാനാണ് മകൻലാൽ. എന്റെ പേര് മകൻലാൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയ്. പഴയ സാധനങ്ങൾക്ക് ഈന്തപ്പഴം ഇത് തരയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കവറ് നിറച്ച് ഈന്തപ്പഴം തരാം.
ഡ്രൈവർ ആണെന്ന് പറഞ്ഞ് വണ്ടി കയറി എന്റെ മാനം കളഞ്ഞോണ്ടിരിക്കുക. ഓടിക്ക് വേഗം 5ാമത്തെ ഗിയറിട്. അപ്പൊ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. വേഗം വിടാ. ഹണി ഹണി സ്പീഡ് കുറയ്ക്ക്. ഞാൻ എങ്ങനെ കുറയ്ക്കാനാണ്? ഈ കാർ തന്നെ ഓടിക്കൊണ്ടിരിക്കുക. എന്താ നോക്കിക്കോ. അടുത്തത് പിടിച്ചോ. ചേട്ടാ മകൻലാൽ ചേട്ടാ ഒന്ന് സ്ലോ ആയിട്ട് പോ. മദൻലാൽ അല്ല, മകൻലാൽ എന്നാണ് എന്റെ പേര്. ഒരു വാക്ക് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം തന്നെ മാറ്റിക്കളയും. മനസ്സിലായോ? അയ്യോ എടാ ഒന്ന് സ്ലോ ആയിട്ട് പോടാ. സ്ലോ ആയിട്ട് പോകാൻ സ്പീഡ് ലിമിറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുക. എടാ നോക്ക്, ഇത് ഒണ്ടയാണ്. ട്രാഫിക് പോലീസ് പുറകെ തന്നെ ഉണ്ട്. എന്റെ അമ്മച്ചി കൊള്ളാം. അയാൾ എത്ര സ്പീഡിൽ വന്നാലും എന്നെ പിടിക്കാൻ കഴിയില്ല. എന്തായാലും കൊള്ളാം. നമ്മളും കാറുമായിട്ട് അടിപൊളിയായിട്ട് ഒരു കുളി കുളിച്ചു. ഇതൊരു പ്രേത കാറാണ്, സംശയമുണ്ടോ? എടാ പ്രേതമൊന്നും അല്ല ഞാൻ. പ്രേതമെന്ന് എന്നെ പറഞ്ഞു പോകരുത്. ഇതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം. ആരുടെയും വിഷമം നിങ്ങൾ മനസ്സിലാക്കില്ല. അതുപോലെ എന്നെ ആരും സ്നേഹിക്കുകയുമില്ല. ഓ നിന്നെ ഞാൻ സ്നേഹിക്കാം. ഞങ്ങൾ എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നാ നീ ചെയ്യുന്നതൊക്കെ വളരെ തെറ്റാണ്. സോറി. കുറെ ദിവസങ്ങൾക്ക് ശേഷം റോഡിൽ വന്നല്ലേ, പെട്ടെന്ന് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. റോബിയുടെ ഓർമ്മ വന്നു പോയി. ഹണിയെപ്പോലെ അവന് എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അല്ല അദ്ദേഹം ആരാണ്? എന്റെ മുതലാളി. പക്ഷെ മുതലാളി ഞങ്ങളാണല്ലോ. നിങ്ങൾക്ക് മുമ്പ് അദ്ദേഹമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് എത്രമാത്രം റേസ് ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ തോൽപ്പിക്കാനായി അവിടെ ആരുമില്ലായിരുന്നു. എന്നെ എല്ലാവരും അവിടെ വെൽക്കം ചെയ്യുമായിരുന്നു. ഞാനെന്ന് അവിടെ ഒരു സുന്ദരനായിരുന്നു. ഞങ്ങൾക്ക് എന്തുമാത്രം ഫാൻ ഉണ്ടായിരുന്നെന്ന് അറിയാവോ? അന്ന് ഞങ്ങൾ ഗ്രാൻഡ് പ്രീ കപ്പ് ജയിക്കാനായി സ്റ്റേഡിയത്തിലേക്ക് വന്നു. റേസ് ഞങ്ങൾ തന്നെ ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു.
എന്നാൽ അവിടേക്ക് റോബി വന്നതേ ഇല്ല. എല്ലാ ഡ്രൈവേഴ്സും ഉടൻ തന്നെ തങ്ങളുടെ പോൾ പൊസിഷനിലേക്ക് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ റോബി, അതോടൊപ്പം അദ്ദേഹത്തിന്റെ കാർ മകൻ ലാൽ ഇതുവരെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടേ ഇല്ല. റേസ് തുടങ്ങാനായിട്ട് ചില നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ റോബിയും മകൻ ലാലും ഇതുവരെ എൻട്രി ആയിട്ടേ ഇല്ല. റേസ് തുടങ്ങി, പക്ഷെ ഞാൻ മാത്രം അതിൽ പങ്കെടുത്തതേ ഇല്ല. അതിനുശേഷം എന്റെ മുതലാളി അങ്ങോട്ട് വന്നതേ ഇല്ല. ആ ഗ്യാരേജിനകത്ത് എന്റെ ജീവിതം ഒതുങ്ങി. അദ്ദേഹത്തിന്റെ ആഗ്രഹവും സഫലമായില്ല. അദ്ദേഹത്തിന് എന്താ സംഭവിച്ചതെന്നും അറിയില്ല. എന്താഗ്രഹമാ? ഇതുവരെ അദ്ദേഹം ആ ഗ്രാൻഡ് പ്രീ കപ്പ് ജയിച്ചിട്ടേ ഇല്ല. അദ്ദേഹത്തിന് വേണ്ടി അത് ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ അത് നടന്നതേ ഇല്ല. ഈ ലോകം അങ്ങനെയാണ്, ജയിക്കുന്നവരെ മാത്രമേ ഇവിടെ ബഹുമാനിക്കുകയുള്ളൂ. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിന്റെ ഈ ആഗ്രഹം ഞങ്ങൾ സഫലീകരിക്കാൻ ചതൻലാൽ. ചതൻലാലല്ല, മകൻലാലാണ്. കൺട്രോൾ കൺട്രോൾ മകൻലാൽ കൺട്രോൾ. എടാ, ഗ്രാൻഡ് പ്രീക്ക് ജയിക്കുന്നത് സാധാരണക്കാരോട് നീ വിചാരിച്ചോ? നമുക്ക് അവിടെ ഒരു എൻട്രി പോലും കിട്ടില്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ആത്മവിശ്വാസമേ ഇല്ല. എപ്പോഴും തങ്ങളെ താഴ്ത്തി മാത്രമേ കാണുകയുള്ളൂ. മത്സരിക്കുന്നതിന് മുന്നേ തോൽവി എന്ന് വിചാരിക്കും, എന്നിട്ട് ഭാഗ്യമില്ലെന്ന് പറയുകയും ചെയ്യും. കൺട്രോൾ മകൻലാൽ, കൺട്രോൾ. എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല. ഈ ലോകം തലകുത്തനെയാണ്. ഇവിടെ എല്ലാവരും തലകുത്തനെയാണ് ആലോചിക്കുന്നത്. എന്തിനാണ് നീ ആവശ്യമില്ലാതെ ഇപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, പെട്ടെന്ന് ഡയലോഗ് പറഞ്ഞ് ഇമോഷൻ ആയി പോയി. ഇതാ നോക്ക്, നിന്റെ ആഗ്രഹം ഇതാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നാളെയാണ് അതിന്റെ സെലക്ഷൻ. ടോപ്പ് 6 കാർ മാത്രമേ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നന്നായി, ഞാൻ എന്തായാലും ടോപ്പ് ലിസ്റ്റിൽ വന്നിരിക്കും. മുകളിലുള്ള ആൾ എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്. നിങ്ങളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ കപ്പ് ജയിച്ചിരിക്കും. ഇങ്ങോട്ട് വരൂ. ഇവിടെ ഗ്രാൻഡ് പ്രീ കാറിന്റെ സെമി ഫൈനൽ നടക്കാൻ പോവുകയാണ്. ഇവിടെ ഇത്രയും മനോഹരമായ കാറുകൾ ഉള്ളപ്പോൾ നിങ്ങൾ ഈ വൃത്തികെട്ട കാറുകൊണ്ട് എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? കൺട്രോൾ മദൻലാൽ, കൺട്രോൾ. അതിന് കഴിയില്ല. ഈ വൃത്തികെട്ട കരടിയോട് പറഞ്ഞേക്കാ എന്നോട് പ്രശ്നത്തിന് വരരുതെന്നാ. കോഴി എപ്പോഴും മുട്ട തരുന്നു. അങ്ങോട്ട് നോക്കൂ, ഡൈനാമിറ്റ് വരുന്നു. അടികൈ കൊച്ചളിയാ, ഓടിക്കോ. ഡൈനാമൈറ്റ് എങ്ങാനും പൊട്ടിയാലോ? തയ്ക്കാൻ വേണ്ടതും സൂചിയാണ്, വാച്ചിലുള്ളതും സൂചിയാണ്. ഡൈനാമിറ്റ് എന്നത് കാറിന്റെ പേരാണ്. അടികൈ. എന്താ ജു ബി ഓക്കെ, പറഞ്ഞോളൂ. അവര് പിന്നീട് പറഞ്ഞോളും. ആദ്യം തന്റെ പേരെന്താന്ന് പറയേ. സംശയമുണ്ടോ? എന്റെ പേരാണ് ജൂബി. 2 പ്രാവശ്യം ഗ്രാൻഡ് പ്രീ കപ്പ് ജയിച്ചത് ഞാനാണ്. മനസ്സിലായോ മോനെ ദിനേശ?
ആ? അല്ല തന്റെ കൈക്ക് എന്താ ഈ പറ്റിയത്? ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? ഒരു കൈ സ്റ്റിയറിംഗിലായിരിക്കും, മറ്റേ കൈ ഗിയറിലായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. നന്നായി. ഇവൻ ഗിയർ മാറ്റുന്ന സമയം കൊണ്ട് ഞാൻ ജയിച്ചിരിക്കും. നന്നായി, വളരെ നന്നായി. ഇങ്ങോട്ട് വരൂ. ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം നിങ്ങൾ എല്ലാവരും വളരെയധികം കാതു കൂർപ്പിച്ച് കേൾക്കണം. ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ ജയിക്കുന്ന 6 കാറുകൾക്ക് ഫൈനൽ റൗണ്ടിൽ കപ്പിന് വേണ്ടി മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? പാടണമെങ്കിൽ വേണം മൈക്ക്. വേഗം പോകൂ ഗ്രൗണ്ടിലേക്ക്. അടികൈ. വരൂ, എങ്കിൽ തുടങ്ങാം. നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി ആണ്. അതുകൊണ്ട് ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ നിങ്ങൾ പങ്കെടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് ശരി തന്നെയാണ്, പക്ഷെ എനിക്ക് പ്രാക്ടീസ് ചെയ്യണമല്ലോ. അതുപോലെ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും എന്തുകൊണ്ട് എന്റെ കാറിനെ ഡൈനാമിറ്റ് എന്ന് വിളിക്കുന്നതെന്ന്. മനസ്സിലായോ മോനെ ദിനേശ? റേസ് തുടങ്ങുന്നതിന് മുമ്പ് എങ്ങോട്ടാടായി പോകുന്നത്? വേഗം വണ്ടി പുറകോട്ടെടുക്ക. അറിയാതെ പറ്റിപ്പോയതാ കൊച്ചളിയാ. ഹായ്. ഇവൻ റാഷ് ഡ്രൈവിംഗ് ആണ് ചെയ്യുന്നത്. എടാ, അവൻ ചാമ്പ്യനാണ്. ഞാനും ചാമ്പ്യൻ തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും ഹണി ചാമ്പ്യൻ ആവാൻ പോവുകയാണിപ്പോൾ. വേഗം ഗിയർ മാറ്റൂ ഹണി. എനിക്കിപ്പോൾ വേഗത്തിൽ പോകണം. വേഗത്തിൽ. ആ, പുറകിൽ ആരും തന്നെ ഇല്ല. ഒന്ന് വിശ്രമിച്ചേക്കാം. എന്റെ അമ്മോ, ഇവൻ വല്ലാത്ത ഫാസ്റ്റ് ആണല്ലോ. എന്നും പഴയ വസ്ത്രങ്ങൾ ഇടണം മലക്കി. കുട്ടികളെ നിങ്ങൾ കലക്കി. അടികൈ. ഇങ്ങോട്ട് വരൂ. നിങ്ങൾ ഗ്രാൻഡ് ഫിക്സ് ഫൈനൽസിന് ക്വാളിഫൈ ആയിരിക്കുകയാണ്. നാളെ റേസാണ്. നന്നായി തയ്യാറായി വരണം. നാളത്തെ റേസിൽ നിങ്ങൾ ജയിച്ചിരിക്കണം. ഈ റേസ് ഞങ്ങൾ തീർച്ചയായും ജയിക്കും. എന്ത് പറ്റി ജൂവി? എന്തിനാ ഞങ്ങളെ വിളിപ്പിച്ചത്? എത്ര സമയമായി കാത്തിരിക്കുന്നു. ഇതൊന്നും ശരിയല്ല. ഗുണ്ടകളാണ്. നീ വിളിച്ചോടാൻ വരാൻ. ഞങ്ങൾ ഡെലിവറി ബോയ്സ് ഒന്നും അല്ല. ശരി, അതൊക്കെ വിട്ടേക്ക്. എന്തായാലും എനിക്ക് ആ കാറിനെ നശിപ്പിച്ചേ മതിയാകും. ഒരു കാറിനെ നശിപ്പിക്കാൻ 4 ഗുണ്ടകളോ? എന്റെ ഹാട്രിക് ചാൻസ് ആണ്. ഈ ചാൻസ് ഞാൻ മിസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ മോനെ ദിനേശ? നിങ്ങൾ വലിയൊരു റൈസർ അല്ലേ? ക്രിക്കറ്റ് കളിയൊക്കെ എപ്പോഴാ തുടങ്ങിയത്? റേസ് ജയിക്കാനുള്ള ഹാട്രിക് ചാൻസാ. 2 വർഷമായിട്ട് ഞാനാണ് ജയിച്ചത്.
അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ചാൻസ് എനിക്ക് മിസ് ചെയ്യാൻ കഴിയില്ല. 4 സെക്കൻഡിൽ നിന്നാണ് ഞാൻ അവരിൽ നിന്ന് രക്ഷപ്പെട്ടത്. ശരി ശരി വിട്ടേക്ക്. ആ കാറിനെ എന്തായാലും അവിടെ ഓടാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതെ, ഇന്ന് രാത്രി തന്നെ ആ കാർ നമ്മൾ നശിപ്പിക്കുന്നതാണ്. മകൻലാലിന് സംഭവിച്ചു തന്നെ ഇതിനും സംഭവിക്കണം. അതിനെ തകരപ്പാട്ടയാക്കി ഗാരേജിൽ നിർത്തണം. എന്താ, കഴിയോ? ഓ ഇതാണ് ആ കാർ. എത്രയും പെട്ടെന്ന് ഇതിനെ നശിപ്പിച്ചിരിക്കണം. എന്റെ കണ്ണിനകത്ത് ഓയിൽ പോയിരിക്കുകയാണ്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എങ്ങനെയുണ്ട് മോനെ ദിനേശ? മകൻലാലിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നോ? ഇത് മകൻലാലാണല്ലോ. ഞാൻ മാച്ച് ജയിക്കാനായിട്ട് ഇവന്റെ ഓണർ റോബിയെ കിഡ്നാപ്പ് ചെയ്ത് ഇവനെ അബ്ദുളിന്റെ ഗാരേജിനകത്ത് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇവനെ വീണ്ടും ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആരായിരിക്കും മകൻലാലിനെ റേസ് ട്രാക്കിനകത്ത് ഓടിക്കാൻ പോകുന്നത്? ഞാനിതൊരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല. ഈ റേസ് ഞാൻ തന്നെ ജയിക്കും. അടിച്ച് പൊളിക്ക് ഈ വൃത്തികെട്ട മകൻലാലിനെ. എടാ, നിങ്ങൾ കാർ നശിപ്പിക്കാനായിട്ട് വന്നോ അതോ എന്നെ തല്ലാനോ? വേഗം നശിപ്പിക്ക. ഇവൻ എന്റെ ഒരു പഴയ ശത്രുവാണ്. വേഗം നശിപ്പിക്ക. എന്താ ഇനി ചെയ്യാ? എന്താ ഇനി ചെയ്യാൻ കഴിയുക? എന്നെ പറഞ്ഞോണ്ടിരിക്കാതെ വേഗം അതിനെ നശിപ്പിക്കാൻ നോക്ക്. ഞങ്ങൾക്ക് കിട്ടിയൊക്കെ താൻ കണ്ടോണ്ടിരിക്കുവായിരുന്നില്ലേ? എന്നിട്ട് പറയാ ഇപ്പൊ നശിപ്പിക്കാനായി. ഈ കാറിനെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ കാർ ഇനി ഞങ്ങളെ ഇടിക്കും. എടാ നോക്ക്, അത് നമ്മുടെ കാറാണ്. സംശയമുണ്ടോ? അത് കണ്ടോ നിങ്ങള്? ജോയ്, അയാൾ ഓടുമ്പോഴും നമ്മുടെ കാറിനെ പിന്നിലാക്കിയിട്ട് അയാൾ ഇപ്പോഴും മുന്നിലാണ്. എടാ കഴുതേ, അവര് റൈസ് അല്ല നടത്തുന്നേ. അവരെ ആ കാർ ഓടിക്കുകയാണ്. അവന്മാര് കാറിനെ പൊട്ടിച്ചിരിക്കുക.
എല്ലാരും വന്നോ? എല്ലാരും എന്നെ തടയാനായി വന്നിരിക്കുകയാണല്ലേ ഇപ്പോ. കണ്ടോ നിങ്ങള് എന്നെ തല്ലി പഞ്ഞിക്കിട്ടു. ഇനി എങ്ങനെ റേസ് ജയിക്കാൻ കഴിയും? എന്റെ സ്വപ്നം എങ്ങനെ സാക്ഷാത്കരിക്കാൻ കഴിയും? ഒരുത്തൻ എന്റെ ടയറിനെ പഞ്ചറാക്കിയിരിക്കുകയാണ്. കണ്ടോ? വേഗം വാ, നമുക്ക് പോയി അവന്മാരെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് വരാം. സംശയമുണ്ടോ? വേണ്ട, നമുക്ക് റേസിൽ ജയിച്ച് അവർക്ക് അങ്ങനെ മറുപടി കൊടുക്കാം. കൊള്ളാം, സ്വപ്നം കാണുന്നത് എന്തായാലും കൊള്ളാം. എടാ, എന്റെ ഈ അവസ്ഥയിൽ എനിക്ക് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും? പറയാ. നമസ്കാർ, ഞാൻ ശരിയാക്കി തരാം നിങ്ങളുടെ ഈ കാർ. നാളെ രാവിലെ റേസാണ്, അതിന്റെ ഇടയ്ക്ക് ഇതിനെ ശരിയാക്കി തരാൻ കഴിയുമോ? നാളെ നേരം വിളിക്കുമ്പോ നിങ്ങളുടെ ഗാരേജിൽ ഉണ്ടാകും നിങ്ങളുടെ കാർ. ഇന്ന് ഞാൻ പോയിക്കോട്ടെ. അതുവരെ നിങ്ങൾ എന്റെ ബൈക്ക് എടുത്തോണ്ട് പോയിക്കോളൂ. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഈ കാർ പഴയതുപോലെ തന്നെ തിരിച്ചു വരും. നമസ്കാർ, ഇതാ നിങ്ങളുടെ കാർ. ഗ്രൗണ്ട് സ്റ്റക്ക് ആയിട്ട് ഞാനും നിങ്ങളുടെ കൂടെ വരാം ആ റേസിലേക്ക്. എനിക്കാകെ പേടി തോന്നുകയാണ്. റോബി ഇല്ലാതെ ഇന്ന് വരെ ഞാൻ ഒരു റേസിലും ജയിച്ചിട്ടേ ഇല്ലല്ലോ. നീ ജയിക്കും. എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ മുതലാളി എന്നെ അവിടെ വിട്ടിട്ട് പോകുമായിരുന്നില്ലല്ലോ. ചിലപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി കാണും ഈ റേസ് എന്നെ കൊണ്ട് ജയിക്കാൻ പറ്റില്ല എന്ന്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ആ ജോബിയെ തോൽപ്പിച്ച് ഈ റേസിൽ നമ്മൾ തന്നെ ജയിക്കും. ജോ ബി കർബാലോ, ദി ചാമ്പ്യൻ. ഈ റേസ് ഞാൻ തന്നെ ജയിക്കും, ഒരു സംശയവും വേണ്ട. എന്റെ അമ്മോ, ഇത് മകലാലാണല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? നീ എന്താ വിചാരിച്ചത്? ഇവൻ ഈ മത്സരത്തിൽ പങ്കെടുക്കില്ല എന്നല്ലേ? അതിന് എന്തായാലും നടക്കില്ല മാഷേ. ഈ റേസിൽ ജയിച്ച് ഞങ്ങൾ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. സംശയമുണ്ടോ? ഇങ്ങോട്ട് വരൂ. ഇത് റേസിന്റെ മൈതാനമാണ്, ഗുസ്തിയുടെ മൈതാനമല്ല. ഗുസ്തിയുടെ മൈതാനമാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാർ റേസ് നടത്താൻ കഴിയില്ല. കാർ റേസിന് വന്നതാണെങ്കിൽ വേഗം കാർ ഓടിക്കൂ, അങ്ങോട്ട് പോകൂ. റേസ് തുടങ്ങാൻ പോവുകയാണ്. ഈ റേസിൽ ഞാൻ തന്നെ ജയിക്കുന്നതാണ്. ഹലോ, അവനെ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവാ. അച്ചാറിടണമെങ്കിൽ വേണം ഉപ്പ്. ജയിക്കുന്നവർക്ക് ഇവിടെ കിട്ടും കപ്പ്. അടിപൊളി, അടിപൊളി, ഓടിക്ക വേഗം.
നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ലൈനിലേക്ക് പോവുകയാണ്. വേഗം. നന്നായി. തലകുത്തനെയുള്ള ജനങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്ത് തലകുത്തനെ തന്നെ പോയി ജയിക്കണം. മകൻലാൽ, നീ ഈ റേസ് ജയിക്കുകയാണെങ്കിൽ റോബിയുടെ അവസ്ഥ എന്താകും? മുകളിലോട്ടൊന്ന് നോക്ക്. അണി നിർത്ത്. റോബിക്ക് ഞാൻ കാരണം ഒന്നും സംഭവിക്കാൻ പാടില്ല. നിർത്ത. മകൻലാലെ, നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഈ റേസ് ജയിക്കുക എന്നുള്ളത് നിന്റെ സ്വപ്നമാണ്. എന്റെ സ്വപ്നത്തിന് വേണ്ടി എന്റെ റോബിയെ ബലി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല കൂട്ടുകാരെ. മകൻലാലെ, ഞാൻ പറയുന്ന കേൾക്ക്. റോബിക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. ജോർദാറെ, നീ ഡ്രൈവ് ചെയ്യ്. ഹണി, നീ എന്നോടൊപ്പം വാ. മകൻലാൽ, നീ പേടിക്കണ്ട. റോബിക്കൊന്നും തന്നെ സംഭവിക്കില്ല. സംശയമുണ്ടോ? ഹണി, നീ ഇവരെ നോക്കോ. ഞാൻ പോയി റോബിയെ രക്ഷിക്കാം. എടാ, നീ സഹായിക്കുകയാണോ അതോ ജോലി അധികരിക്കുകയാണോ? എല്ലാ ഗുണ്ടകളെയും ഞാൻ ബോധം കെടുത്തി. അതുകൊണ്ട് എന്റെ ജോലി തീർന്നല്ലോ. വേഗം വാ, സമയം വളരെ കുറവാണ്. മകൻലാൽ, ഡോണ്ട് വെറി. ഈ റേസിൽ നമ്മൾ തന്നെയായിരിക്കും ജയിക്കുക. നമസ്കാരം. നമസ്കാരമൊക്കെ പിന്നെയാകാം. വേഗം റെഡിയാക്ക് കാറ്. സംശയമുണ്ടോ? ജോ, നീ തോൽക്കാനായിട്ട് ഇപ്പൊ തന്നെ ഒരുങ്ങിക്കോ.
ഹാട്രിക് ചാൻസ് എല്ലാം പോയി. എന്നെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഞാനൊരു കാർ റൈസറാണ്. അതെയോ? ഇനി നിനക്ക് റേസ് ചെയ്യാം ജയിലിനകത്ത്. ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകോ. ഇവൻ എന്നെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ചായ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം. കോഫി വാങ്ങിച്ചോളൂ കുട്ടികളെ. നിങ്ങളുടെ ട്രോഫി അടികൈ. ഞങ്ങളുടെ ആഗ്രഹം ഈ ട്രോഫി വാങ്ങേണ്ടത് റോബിയാണ്. അതെ, റേസ് ജയിച്ചത് ഇദ്ദേഹമാണ്. സംശയമുണ്ടോ? ഹേയ്, ഹാ, ഹാ. ഈ കപ്പ് ജയിക്കുക എന്നത് എന്റെയും എന്റെ കാറിന്റെയും ആഗ്രഹമായിരുന്നു. അത് ഈ കുട്ടികൾ കാരണമാണ് ഇന്ന് സഫലമായത്. അവർക്ക് വേണ്ടി നമുക്കിന്ന് കരഘോഷം നടത്താം. ഇങ്ങോട്ടൊരു നിങ്ങൾ കാരണം ഇപ്പോൾ എന്റെ മനസ്സ് നിറയെ സന്തോഷം മാത്രമാണുള്ളത്. നിങ്ങൾ ചെയ്ത കാര്യത്തിന് എന്റെ വായിന്നിപ്പോൾ ഒരു നല്ല വാക്ക് പോലും വരുന്നില്ല. മകൻലാൽ നോക്ക്, ഗ്രാൻഡ് പ്രി കപ്പ് നമ്മുടെ കയ്യിലാണ് ഇപ്പോൾ. നന്നായി നന്നായി വളരെ നന്നായി. പഴമക്കാർ പറയുന്നത് ശരിയാണ്. ലോകത്ത് നല്ല ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന്. വളരെ നന്നായി. हनी बनी का झोल माल है, हनी बनी का झोल माल है, हनी बनी का झोल माल है। मिले चले पोपट की चाल है, डॉगी का देखो क्या बुरा हाल है। हनी बनी का झोल माल है, हनी बनी का झोल माल है, हनी बनी का झोल माल है, हनी बनी का झोल माल है। ठाकुर के पेट ये करते हैं रेस्ट, खाने को मिले इन्हें बेस्ट बेस्ट बेस्ट। पोपट जोरदार का है ये से, हनी बनी करे मस्ती एवरीडे। जैसे भी है इनकी दोस्ती है, बाकी कोई भी प्रॉब्लम इन्हें छू नहीं सकती। हनी बनी का झोल माल है, हनी बनी का झोल माल है, हनी बनी का झोल माल है, हनी बनी का झोल माल है। Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game. Available on Google Play.